ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിനും പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പുതിയ കോൺട്രാക്റ്റ് ആയിരുന്നു ഇല്ലേ, ഗംഭീരമായിട്ട് മാർക്കറ്റ് ഒരു 150 പോയിൻറ്റിനടുത്തുള്ളൊരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് തന്നു അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനിയും എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്നത്തെ നമുക്കൊന്ന് ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നോക്കിക്കേ, ഇതാണ് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി. ഇല്ലേ, രാവിലെ 9:15 ഉള്ള ഒരു ഓപ്പണിംഗ് ആണിത്. ഞാനപ്പോൾ നമ്മൾ രാവിലെ വോയിസ് ഇട്ടപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, ഒന്നുകിൽ ഓപ്പൺ ചെയ്യുന്ന റേഞ്ചിന് മുകളിൽ നിൽക്കണം. അതിൻ്റെ കൺഫർമേഷൻ എവിടെയാണ്? 23,939. ഇതിൻ്റെ മുകളിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24,000 കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതും മുകളിലോട്ട് പോയാൽ 24,045 ഉണ്ട്. അതിന് മുകളിൽ നമുക്ക് ബോക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞു വെച്ചിരുന്നത് അല്ലേ. അപ്പം മാർക്കറ്റ് രാവിലെ ഇതിൻ്റെ താഴെ പോയില്ല. 23,897 എന്ന് പറയുന്ന പോയിന്റിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് അതിന് താഴെ, ഓപ്പണിംഗ് റേഞ്ചിന് താഴെ പോയില്ല. മാർക്കറ്റ് മുകളിലോട്ട് തന്നെ സസ്റ്റെയിൻ ചെയ്ത് പതുക്കെ മാർക്കറ്റ് നടന്ന് കയറാൻ തുടങ്ങി അല്ലേ. മാർക്കറ്റ് നടന്ന് കയറി, ശരിയല്ലേ പറഞ്ഞേ? മാർക്കറ്റ് ഇവിടെ ഈ പോയിൻ്റാണ്, ഇവിടെ ഈ പോയിൻ്റാണ് നമ്മുടെ ഓപ്പണിംഗ് പോയിന്റ് ഇല്ലേ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് നമുക്കിവിടെ ഈ എൻട്രി എടുത്തവരൊക്കെ ചിലർ നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ നോക്കി എടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ട്രെൻഡ് ലൈൻ ഇതാണ്ട് ഈ പോയിന്റിൽ ഈ ഒരു ക്യാൻഡിലിൽ ട്രേഡ് എടുത്തവരുണ്ട്. ഇതൊരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞ് ഇവിടെ SL ഇട്ട് ട്രേഡ് എടുത്തവരുണ്ട്. അതൊക്കെ അവർ റിസ്കി ട്രേഡ്, അവിടെ നിന്നൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി അല്ല, ബട്ട് എക്സ്പീരിയൻസ് വെച്ചിട്ട് റിസ്ക് എടുത്ത് ഇവിടെ SL, കാരണം നമുക്കൊരു SL പോയിന്റ് ഉണ്ട് ഇവിടെ. എവിടെയാണ്? ഓപ്പണിംഗ് റേഞ്ച് അല്ലേ. ആ ഓപ്പണിംഗ് റേഞ്ചിൽ SL പോയിന്റ് വെച്ചിട്ട് റിസ്ക് എടുത്ത്, അവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി അല്ല ഞാൻ പറഞ്ഞത്, റിസ്കി ട്രേഡേഴ്സ് വരുന്നത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ അവരുടെ റിസ്ക് റിവാർഡ് അവർക്ക് മാനേജ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ അവിടുന്ന് ട്രേഡ് എടുത്ത് കാണും, മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് കിട്ടി ഇറങ്ങി കാണും. ഓക്കെ, പക്ഷേ കൃത്യമായി ഒരു ബിഗിനറിന് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇല്ല. പിന്നെ നമുക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ഇതാണ്. ഇത് ബിഗിനറിനുള്ള എൻട്രി കൃത്യമായിട്ട് തന്നെ സ്ഥിരമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിജക്ഷൻ ക്യാൻഡിലിൻ്റെ പോളിസി വെച്ചിട്ട് വേണമെങ്കിൽ ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് നമുക്കൊരു ഒരു ട്രേഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യാം. ഇതൊക്കെ നമുക്ക് 1-2 ദിവസം കൊണ്ട് മനസ്സിലാകത്തില്ല. സ്ഥിരമായിട്ട് എന്നെ ഫോളോ ചെയ്യുകയും എൻ്റെ വീഡിയോകൾ കാണുകയും ക്ലാസ്സിൽ പങ്കെടുത്തവർക്കും എൻ്റെ വീഡിയോകൾ കണ്ടവർ, റിജക്ഷൻ ക്യാൻഡിൽ എങ്ങനെ ട്രേഡ് എടുക്കാം, ചാർട്ടിൽ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ കണ്ട് പരിചയിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന്, ഈ ഒരു ട്രെൻഡ് ലൈൻ പോയിന്റിൽ നിന്ന് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം, ഈ റിജക്ഷൻ ക്യാൻഡിൽ വേണമെങ്കിൽ ട്രേഡ് എടുക്കാം, മാന്യമായ പ്രോഫിറ്റ് 24,000 കിട്ടിക്കാണും. എനിവേ, പക്ഷേങ്കിൽ പിന്നെ ഒരു കൺഫർമേഷൻ ഉള്ളത് പറഞ്ഞാൽ, ഞാൻ ഇവിടെ വന്നപ്പോൾ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു. സാധാരണ രീതിയിൽ ഞാൻ അങ്ങനെ മെസ്സേജ് ഇടുന്നതല്ല. ഇത് നിങ്ങളൊരു കോൾ എടുക്കുന്നോ പുട്ടെടുക്കുന്നോ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞൊരു ട്രേഡ് ഞാൻ അങ്ങനെ പറയാറില്ല ഗ്രൂപ്പിൽ. ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും താഴോട്ട് അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു, താഴോട്ട് നോക്കുന്നെങ്കിൽ ഇന്നത്തെ ഹൈ SL വെച്ചോണ്ട്, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ SL വെച്ചോണ്ട് നിങ്ങൾക്ക് താഴോട്ടൊരു ട്രേഡ് നോക്കാമെന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ. നിങ്ങൾക്ക് ഇവിടെ ഒരു SL കൃത്യമായിട്ട് മസ്റ്റായിട്ട് SL വേണം എന്ന് പറയും. അതിൻ്റെ റീസണും ഞാൻ പറഞ്ഞു. മാർക്കറ്റ് ഇവിടുന്ന് നടന്ന് മുകളിലോട്ട് കയറി ഇല്ലേ. ഒരിക്കൽ പോലും ഒരു വീഴ്ചയില്ലാതെ ഇവിടെ നമ്മൾ ഇന്നലെ മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 സ്ട്രെച്ച് റാലി ഒരിക്കലും വീഴാതെ മാർക്കറ്റ് എന്ത് ചെയ്തു, 24,000 വരെ പോയി. അതിനുശേഷം ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഫോം. അപ്പോൾ ഈ റിജക്ഷൻ ക്യാൻഡിൽ വീണ് ഈ ഒരു റെഡ് ക്യാൻഡിലൂടെ വീണപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ 24,000 എത്തി, വേണമെങ്കിൽ ഇവിടെ ഒരു ട്രേഡ് നിങ്ങൾക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി ധാരാളം ആൾക്കാരുണ്ട്. മാന്യമായ രീതിയിൽ പ്രോഫിറ്റ് കിട്ടി. ഒരു 50 പോയിന്റ് ഇവിടുന്ന് ഇവിടം വരെ അവർക്ക് എത്രയുണ്ട്? ഇത് 24,000 മുകളിലായിരുന്നു. 24,000 നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാലും ഇത് ഏകദേശം ഇതിൻ്റെ ലോ വന്നേക്കുന്നത് 24,950 ഒരു 50 പോയിന്റിൻ്റെ ഫോൾ നമുക്കിവിടെ കിട്ടി. പോട്ടോ 10, 15, 20 പോയിന്റ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ആ ട്രേഡ് ഞാനും എടുത്തു, സ്ക്രീൻഷോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്തു. അതാണ് ഒരു മാന്യത എന്ന് പറയുന്നത്, അതാണ്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും അവിടെ നിന്ന് എന്ത് ചെയ്തു, മോൾ. അപ്പോൾ നമ്മളിവിടെ ഇനിയും സാറ് പറഞ്ഞില്ലേ താഴോട്ട് വരും, പൊട്ടിത്തകരും എന്നൊക്കെ നോക്കിയിരുന്നവരുടെ കാര്യം സ്വാഹ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് അവിടെ നിന്ന് എന്ത് ചെയ്തു, ഉയർത്തുന്നതായിട്ട് മാർക്കറ്റ് നേരെ പോയി. പക്ഷേ ഇവിടെ ഈ 24,000 നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ 24,000 മുകളിൽ മാർക്കറ്റിന് ഒരിക്കലും ഒരു സ്ട്രെങ്ത് ഉണ്ടായില്ല ഇല്ലേ. ഇതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരമായിട്ട് ചാർട്ടുകൾ വീക്ഷിക്കുമ്പോഴാണ്
ക്യാൻഡിലുകളുടെ സ്വഭാവം നമുക്ക് മനസ്സിലാകുന്നത് ഇല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും 24 മുകളിലെത്തി, വീണ്ടും വീണു, വീണ്ടും എഴുന്നേറ്റു. നമ്മുടെ അടുത്ത റെസിഡൻസിൽ 24:45 കൃത്യമായിട്ട് അവിടെ പോയി തട്ടി തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് എൻ്റെ മക്കൾ പോലും ഇപ്പോൾ ഇത്ര രീതിയിൽ അനുസരിക്കുന്ന കണ്ടിട്ടില്ല എന്ന് ഞാൻ ചുമ്മാ തമാശ രൂപയാണ് എൻ്റെ മെസ്സേജ് ഇട്ട്. കൃത്യമായി 24:45 പോയി തട്ടി വീണ്ടും തിരിച്ച് താഴെ വന്നു. അപ്പോൾ ഇത് വീണ്ടും തിരിച്ച് താഴെ വന്നു, വീണ്ടും മുകളിൽ പോയി, വീണ്ടും താഴെ വന്നു, വീണ്ടും മുകളിൽ പോയി, വീണ്ടും താഴെ വന്നു, വീണ്ടും മുകളിൽ പോയി. എത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു? 1, 2, 3, 4, 5, 6 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ സ്കാൽപ്പ് ചെയ്യുന്നവർക്കൊക്കെ നല്ല അവസരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. എത്ര പേര് ചെയ്യുന്ന എനിക്കറിയത്തില്ല. ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്നും കഴിവതും എന്നെ കേൾക്കുന്നവർ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം ഷെയർ ചെയ്യാനുള്ളൊരു അവസരമാണ് നമ്മുടെ ഈ ചാനലിൻ്റെ താഴത്തെ കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ചിലർ അവർക്ക് കമൻറ്റ് ചെയ്യാൻ പരിമിതികളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി പ്രശ്നം ഉണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ അവർ ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ എന്നോട് സഹകരിക്കുന്നു, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നു എങ്കിൽ പറ്റുന്നെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ഓരോരുത്തരും ഇടുന്ന കമൻറ്റുകൾ ആയിരിക്കാം നാളെ നമ്മുടെ ചാനലിൻ്റെ മുന്നോട്ടുള്ള വളർച്ച ഇല്ലേ. ഈ ജൂലൈ മാസം അവസാനമാകുമ്പോൾ നമ്മളത് പറയാം. 2 വർഷമാകുന്നു നമ്മൾ ഈ ചാനൽ തുടങ്ങി. 2 വർഷം. ഈ രണ്ടാമത്തെ വർഷം ഈ ജൂലൈ അവസാനമാകുമ്പോൾ 2 വർഷമായി ചാനൽ തുടങ്ങിയിട്ട്. ഈ 2 വർഷത്തിനിടയിൽ ഒറ്റ ദിവസം പോലും നമ്മുടെ പ്രീ മാർക്കറ്റ് പോസ്റ്റ് മാർക്കറ്റ് നമ്മൾ മുടക്കിയിട്ടില്ല. നമ്മുടെ വീക്ക്ലി അനാലിസിസോ നമ്മളുടെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റ് വീഡിയോയോ ഈ 2 വർഷത്തിൽ ഒരു ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല. അത് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഈ ചെയ്യുന്ന. ഈവൻ ഈ നമ്മുടെ ന്യൂസ് ചാനലുകളിലൊക്കെ കൃത്യമായി 1 മണിക്ക് വാർത്ത 2 മണിക്ക് വാർത്ത പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ കൃത്യമായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം, മാർക്കറ്റുള്ള ദിവസം വൈകുന്നേരം കൃത്യമായിട്ട് നമ്മളിത് ചെയ്യാറുണ്ട്. ദൈവം സഹായിച്ച് ഇന്ന് വരെ മുടക്കം സംഭവിച്ചിട്ടില്ല. നാളെ എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, എന്തായാലും ഈശ്വരൻ ആയുസ്സും ആരോഗ്യം തരട്ടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ അല്ലേ. അപ്പം നിങ്ങൾ പറ്റുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നാളെ നമുക്കിനി എന്താ സംഭവിക്കാൻ പോകുന്നത്? നിലവിൽ മാർക്കറ്റിൽ ഇവിടെ എത്തിയതിന് ശേഷം മാർക്കറ്റിൽ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇനിയും നമുക്ക് നാളത്തെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഫ്രഷ് കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പലരും പൊസിഷൻസ് അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നലത്തെ ഡേറ്റ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, കാരണം ഇന്നലെ എക്സ്പയറി ഡേ ആയിരുന്നു. ഇന്നത്തെ ഡേറ്റ വന്നിട്ടുമില്ല. എനിവേ നാളെ നമുക്ക്, അപ്പോൾ ഞാൻ ഇന്നലെ എനിക്കൊന്ന് പറഞ്ഞു തോന്നി 24,000 നമുക്ക് ഡേ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇന്ന് സൂക്ഷ്മം പോലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 24,005 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഡേ ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തേക്കുന്നത് 24,005. ഈ കറക്റ്റ് ലൈനിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അതൊരു അൺസർട്ടനിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഡോജ് മാതിരിയുള്ള രീതിയിലാണ്. കയ്യാല പുറത്തെ തേങ്ങ പോലെയാണ്. 24,000 ഒരു കയ്യാലയായിട്ട് കണക്കാക്കുകയാണെന്ന് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു തേങ്ങ ആയിരിക്കും എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് കാറ്റടിച്ചാൽ അങ്ങോട്ട് വീഴും, ഇങ്ങോട്ട് കാറ്റടിച്ചാൽ ഇങ്ങോട്ട് വീഴും. അപ്പോൾ നാളെ രാവിലത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണിങ് ആദ്യത്തെ 15 മിനിറ്റ് വളരെ നിർണായകമായിരിക്കും. നാളെ രാവിലത്തെ 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ, നാളെ രാവിലത്തെ 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വളരെ നിർണായകമായിരിക്കും. ഈ 24,000 നിലനിർത്തുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷയുള്ളൂ. ഓക്കെ, ഈ 24,000 നിലനിർത്തിയാൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷയുള്ളൂ. അതിൻ്റെ കൺഫർമേഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 24,45 കടക്കണം. ചിലപ്പോൾ നാളെ ഗ്യാപ്പ് അപ്പോഴും ഇവിടെ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 45 സസ്റ്റെയിൻ ചെയ്യണം. ഇല്ല, ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ 24,000 മുകളിൽ നിലനിൽക്കണം. ഈ 24,45 മുകളിൽ മാർക്കറ്റ് കയറി ഒരു 15 മിനിറ്റ് നേരം നിന്നെങ്കിൽ മാത്രമേ നമുക്ക് മുകളോട്ടുള്ള യാത്ര ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ യാത്ര ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ ബോക്സ് ഇവിടെ കിടപ്പുണ്ട്, ആ ബോക്സിനോടം വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഈ ബോക്സിനെ വരച്ചിട്ടേക്കാം. ഇതാണ് മുകളോട്ടുള്ള വ്യൂ. ഇനി താഴോട്ടാണെന്നുണ്ടെങ്കിൽ നാളെ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, അല്ലെ ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 939 വന്ന് എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. ഓക്കെ, 939 തട്ടി തിരിച്ചു പോവോ ഇത് പൊട്ടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ ട്രെൻഡ് ലൈൻ ഇതാ, നമുക്ക് ഇങ്ങോട്ട് വരച്ചിട്ടേക്കാം. ഇതാണ് നമ്മുടെ ട്രെൻഡ് ലൈൻ. ഇവിടെ കടന്നോട്ടെ, ചിലപ്പോൾ നാളെ ഒരു പക്ഷേ ഉപകാരം അതുകൊണ്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഇത് പൊട്ടിയാൽ പിന്നെ തിരിച്ച് നമുക്ക് ട്രെൻഡ് ലൈനാണ്, അതും പൊട്ടിയാൽ പിന്നെ 23,800 എന്ന് പറയുന്ന ഒരു കടമ്പയാണ്. ഇത് നമുക്കറിയാം വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു മെയിൻ സപ്പോർട്ടാണ് 23,800. അപ്പോൾ ഇതിനകത്ത് എന്ത് സംഭവിക്കുന്നുള്ളതാണ് വളരെ നിർണായകമായ ചോദ്യം. ഈ 24,000-നും 23,800-നും ഇടയിൽ
മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതോ ഇതൊരു കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെ പോലെ 24,000 23,800 ഇടയിൽ കിടന്ന് കളിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. വേറെ കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ല. നാളത്തെ ദിവസം ഒരു നിർണായക ദിവസമാണ്. നാളെ നമുക്ക് നിഫ്റ്റിയുടെ ട്രെൻഡ് തീരുമാനിക്കുന്ന ദിവസമായിരിക്കും നാളെ. ഓക്കെ, ട്രെൻഡ് തീരുമാനിക്കും ഏത് സൈഡിലോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യതയുള്ള എന്നുള്ളൊരു ട്രെൻഡ് തീരുമാനിക്കുന്ന ദിവസമായിരിക്കും നാളെ. അതുകൊണ്ട് കാത്തിരുന്ന് മാത്രം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമുക്ക് അത്രയും നേരം കാത്തിരുന്നൊരു ട്രേഡ് കിട്ടി, കൃത്യമായി നമ്മളിത് ഇറങ്ങി. ചുമ്മാതെ എവിടെയെങ്കിലും കൊണ്ട് എങ്ങനെങ്കിലും ഈ ട്രേഡ് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പോയി ട്രേഡ് എടുത്ത് നശിപ്പിക്കുക എന്നുള്ളതല്ലാതെ കാത്തിരുന്ന അവസരം കിട്ടുമ്പോൾ മാത്രം കൃത്യമായ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ സ്കാൽപ്പ് ചെയ്ത് ധാരാളം ആൾക്കാരുണ്ട്, ധാരാളം ആൾക്കാർ ഹെവി ലോട്ടിൽ സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പം 10 ലോട്ട് വാങ്ങിക്കുന്നു, 5-10 പോയിന്റ് വരുമ്പോൾ കൊടുക്കുന്നു, വീണ്ടും താഴെ വരുമ്പോൾ വീണ്ടും എടുക്കുന്നു, വീണ്ടും മുകളിൽ കൊടുക്കുന്നു. അങ്ങനെ സ്കാൽപ്പ് ചെയ്ത് ധാരാളം ആൾക്കാരുണ്ട്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, എനിവേ എന്തായാലും ഇപ്പോൾ നമുക്ക് നാളത്തെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞു 58,000 എത്താൻ നമുക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് 57,830 മുകളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 58,000 നമ്മൾ കാണുമെന്ന് പറഞ്ഞ് മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 58,000-ലാണ്. എന്തായാലും ഈ 57,830 നിലനിർത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം. പിന്നെ മിഡ് ക്യാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 100 പോയിൻറ്റോളം നിന്ന് മാർക്കറ്റ് നിന്ന് മുകളിലോട്ട് പോയി. 100 പോയിൻറ്റ് ഇന്ന് പെർഫോം ചെയ്ത് അതിൻ്റെ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിഡ് ക്യാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ എല്ലാവരും പെർഫോം ചെയ്തു. ഹീറോ മോട്ടോകോർപ്പ് പെർഫോം ചെയ്തു, BSE പെർഫോം ചെയ്തു, ഡിക്സ് എല്ലാവരും ഒരുവിധം പച്ച കത്തിച്ചാണ് മുമ്പോട്ട് പോയത്. അതിൻ്റെ ഒരു ബലമാണ് ഇന്നത്തെ ഈ പറയുന്ന ഒരു 100 പോയിൻറ്റിൻ്റെ ഒരു മുതലോട്ടുള്ള പോക്ക്. പക്ഷേ ഈ പോക്കിന് അത്ര അങ്ങോട്ട് വിശ്വാസം എനിക്ക് അങ്ങോട്ട് പോരാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് മിഡ് ക്യാപ്പിൽ മുകളിലോട്ടൊരു യാത്ര വേണമെങ്കിൽ നമുക്ക് ഈ 590 കടക്കണം. 14,590 കടന്നെങ്കിൽ മാത്രമേ ഡേ ക്യാൻഡിലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ മിഡ് ക്യാപ്പിനകത്ത് നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റ് നമുക്ക് കൺഫർമേഷൻ ഉള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഒരു സെല്ലിംഗ് പ്രഷർ അതിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഏറ്റവും വലിയ പ്രശ്നം ഈ BSE ആണ്. BSE ചുമ്മാതെ ആവശ്യമില്ലാതെ ഇത്രയും ഇങ്ങനെ കയറിയത് കൊണ്ട് ഇവിടെ ഒരു പൊട്ടൽ പ്രതീക്ഷിക്കുന്നുണ്ട് BSEക്ക് അതിൽ. അപ്പോൾ ആ പൊട്ടൽ എന്ന് വരുന്നുള്ള കാര്യം അറിയത്തില്ല. അങ്ങനെ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും BSE അതുപോലെ മിഡ് ക്യാപ്പ് അതുപോലെ പ്രതികരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഹീറോ മോട്ടോകോർപ്പ് BSE നോക്കി മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലെ തന്നെ അടുത്തത് നമ്മളുടെ സെൻസെക്സ് ആണ്. സെൻസെക്സ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഈ 76,802 നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് മുകളിലോട്ടൊരു അപ്സൈഡ് ഉള്ളൂ. നാളെ നിങ്ങൾ നോക്കുക, നാളെ എക്സ്പയറി ആണ്. 802 നിലനിർത്തി മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 77,631 കാണാൻ പറ്റും. എന്തായാലും കണ്ടറിയാൻ കോശി നാളെ എന്താ സംഭവിക്കുന്നത്. എക്സ്പയറി ആണ്, ഹൈ വോളറ്റാലിറ്റി ആയിരിക്കും. സൂക്ഷിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. വേറെ കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.